തമ്പുരാനിക്ക് സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ലോകം മുഴുവനും യേശു തമ്പുരാന്റെ പുനരുത്ഥാന പെരുന്നാൾ ഏറ്റവും പുണ്യത്തോടുകൂടി ആഘോഷിക്കുന്ന അനുഗ്രഹീത ദിവസമാണല്ലോ ഇന്നേ ദിവസം. എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെതായ എല്ലാവിധമായ ആശംസകളും സന്തോഷവും ഈ സമയത്ത് നേരുകയാണ്. പരിശുദ്ധ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യങ്ങളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ 50 ദിവസമായിട്ട് നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ നാം ഇങ്ങനെ വലിയൊരു തീർത്ഥാടനത്തിലൂടെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കഴിഞ്ഞ 49 ദിനരാത്രങ്ങൾ ആ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്ത് ആ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇന്നേ ദിവസം അവൻ്റെ ഉയർപ്പ് പെരുന്നാളിൽ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ സുദിനത്തിലായിരിക്കുമ്പോൾ ആ സദ്വാർത്ത ഇന്ന് ലോകം മുഴുവൻ അറിയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ അനുഗ്രഹീത ദിവസമാണ്. അല്പസമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 20 വരെയുള്ളതായ തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേൾക്കുന്നത്. അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്: ശാബത്ത് അസ്തമിച്ചു. ഞായറാഴ്ച ആരംഭിക്കുന്ന സമയത്ത് മഗ്ദല മറിയവും മറ്റേ മറിയവും കല്ലറ കാണുവാനായി ചെന്നു. ഇതാ വലിയൊരു ഇളക്കമുണ്ടായി. എന്നാൽ കർത്താവിൻ്റെ മാലാഖ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത് ചെന്ന് വാതിക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ കാഴ്ചയിൽ മിന്നൽ പിണരിന് സമയവും അവൻ്റെ വസ്ത്രം മഞ്ഞുകട്ടയ്ക്ക് സമവും വെണ്മയുള്ളതുമായിരുന്നു. കാവൽക്കാർ ഭയം കൊണ്ട് പരിഭ്രമിച്ചു വിറച്ചു. അനന്തരം മാലാഖ സ്ത്രീകളോട് ഇപ്രകാരം പറയുകയുണ്ടായി: നിങ്ങൾ ആരും ഭയപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശു തമ്പുരാനാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെ ഇല്ല. അവൻ പറഞ്ഞ പ്രകാരം ഉയർത്തെഴുന്നേറ്റു എന്ന് ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ്. മത്സരമുള്ളവരെ, ആ ഭാഗത്തിൽ നിന്ന് ഞാൻ വിരമിക്കുമ്പോൾ ഈ ദിവസം, ഈ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഈ ഉയർപ്പ് പെരുന്നാളെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വചനം ഇങ്ങനെ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചന ഭാഗം പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ്: യേശു ഉയർത്തില്ലാതിരുന്നെങ്കിൽ സുവിശേഷം വ്യർത്ഥമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. എത്രയോ അർത്ഥവത്തായ ഒരു വേദഭാഗമാണ് നാം വായിച്ചു കേൾക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സുവിശേഷമെല്ലാം വ്യർത്ഥമെന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഉയർപ്പ് പെരുന്നാൾ തന്നെയാകുമെന്ന് കാണുന്നുണ്ട്. ക്രൂശിൽ മരിച്ച് നമുക്കായി യാഗമായി, അതിനുശേഷം ഉദ്ധാനത്തിലൂടെ യാഗത്തെ മഹത്വീകരിക്കുന്ന ഒരു യേശു തമ്പുരാനെ നമുക്ക് ഈ ഞായറാഴ്ച ദിവസം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ മുമ്പോട്ടുള്ളതായ ജീവിതത്തിൻ്റെ വലിയൊരു പ്രത്യാശയാണ് ഉയർപ്പ് പെരുന്നാളെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ ഉയർപ്പ് പെരുന്നാളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ആഘോഷങ്ങളും ആരവങ്ങളും സമൃദ്ധിയുമെല്ലാം എപ്രകാരമാണ് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ കഴിഞ്ഞ 50 ദിനരാത്രങ്ങൾ നമ്മളെല്ലാം നോമ്പോടും പ്രാർത്ഥനയോടും വൃദ്ധാനുഷ്ഠാനത്തോടും കൂടി മനോഹരമായ ഒരു തീർത്ഥാടനത്തിലൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ പരിശുദ്ധമായ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാമുഖരിതമായ അന്തരീക്ഷങ്ങൾ അല്ലെങ്കിൽ വചനാധിഷ്ഠിതമായ ഒരു ജീവിത ശൈലികളെല്ലാം നാം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായ ഒരു സന്ദർഭത്തിലൂടെയാണ് ഞാനും നിങ്ങളും യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. എന്നാൽ ഈ നോമ്പിൻ്റെയും വൃദ്ധാനുഷ്ഠാനത്തിൻ്റെയും നമ്മുടെ പ്രാർത്ഥനകളുടെയും നമസ്കാരങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആത്മശരീര മനസ്സിൻ്റെ നിയന്ത്രണം ഇന്ന് പലപ്പോഴും എവിടെയാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, വലിയ നോമ്പ് തുടങ്ങിയതായ ദിവസം മുതൽ നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ കാണിച്ചു തന്നതായ അത്ഭുതങ്ങളും അടയാളങ്ങളെല്ലാം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവിടെയെല്ലാം ആ ഓരോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അവിടെയെല്ലാം അത്ഭുതത്തിന് ഉടമയായി തീർന്ന ഓരോ വ്യക്തികളുണ്ട്. രോഗസൗഖ്യം ലഭിച്ചതായ വ്യക്തികളുണ്ട്, കുരുടൻ സൗഖ്യമാക്കിയതായ കുരുടനായ മനുഷ്യനുണ്ട്,
തളർവാദ രോഗിയായ മനുഷ്യനുണ്ട്, ഭൂതബാധിതയായ മകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അനേക തരത്തിലുള്ള ആളുകൾ ഈ വേദഭാഗത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ വാത്സല്യമുള്ളവരെ, അതിലൂടെ എല്ലാം നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം അതിൽ ആരെങ്കിലുമൊക്കെ ആയിരുന്നോ? അല്ലെങ്കിൽ ആ വ്യക്തികളെ പറ്റി പഠിക്കുമ്പോൾ, അവരെ പറ്റി ചിന്തിക്കുമ്പോൾ, അപ്രകാരമുള്ള രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ അടങ്ങിയതായ അനുഭവത്തിലൂടെ ആ മക്കൾ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ആ വേദനകളും ദുഃഖങ്ങളൊക്കെ എവിടെയാണ്, എന്താണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അപ്രകാരം വേദനകളില്ലെങ്കിൽ പോലും കുഷ്ഠരോഗമോ തളർവാദ രോഗമോ കുരുടനായ അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ ഭൂതബാധിതയായ അനുഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അഗാധങ്ങളിൽ നിന്ന് പലപ്പോഴും രോഗത്തിൻ്റെതായ അംശങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ അതെല്ലാം വെച്ചു പുലർത്തിയാണ് നാം കടന്നു പോകുന്നത്. അവിടെയെല്ലാം ഈ ഉയർപ്പ് പെരുന്നാൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു പ്രത്യാശ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു മാനസാന്തരം, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു ഉറച്ച വിശ്വാസത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 50 ദിവസം നീണ്ടു നിന്നതായ തീർത്ഥാടനത്തിന്റെ ഒടുവിലായി അവസാനത്തിൽ ഈ തീർത്ഥാടനം അവസാനിക്കുമ്പോൾ ഭക്തിയുടെയും യുക്തിയുടെയും വലിയ പെരുന്നാളായ ഈ ഈസ്റ്റർ അല്ലെങ്കിൽ ഉയർപ്പ് പെരുന്നാളിലൂടെ കടന്നു പോകുമ്പോൾ സഭാപിതാവായ വിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ്, മിസായിലെ മോർ ഗ്രിഗോറിയസ് പ്രകാരം പറയുന്നുണ്ട്, പകലിനേക്കാൾ പ്രോജ്വലമായ ഒരേ ഒരു പെരുന്നാൾ പ്രകാശത്തിന്റെ പെരുന്നാൾ, അതായത് ഉയർപ്പ് പെരുന്നാൾ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പകലിനേക്കാൾ പ്രോജ്വലമായ, പകലിനേക്കാൾ സൂര്യകിരണങ്ങൾ എല്ലാത്തിനേക്കാൾ ഉയർന്നു നിൽക്കുന്ന പ്രോജ്വലമായ ഒരു പെരുന്നാളാണ് ഉയർപ്പ് പെരുന്നാൾ എന്ന് കാണുന്നുണ്ട്. നമ്മുടെയൊക്കെ പെരുന്നാൾ ആഘോഷങ്ങൾ എടുത്തു നോക്കുമ്പോൾ അപ്രകാരമുള്ള ആഘോഷങ്ങളാണോ? ഇന്ന് പലപ്പോഴും ഈ ഉയർപ്പ് പെരുന്നാളിലൂടെ ഞാൻ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അച്ഛനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ ഉയർപ്പ് പെരുന്നാൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എങ്ങനെയാണ് ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നത്? കഴിഞ്ഞ 50 ദിവസക്കാലം നമ്മൾ നോമ്പ് നോക്കിയിട്ടാണോ ഈ ഈസ്റ്ററിനൊന്നും നമ്മളൊക്കെ നോമ്പ് വീടുന്നത്? കഴിഞ്ഞ 50 ദിനരാത്രങ്ങൾ നമ്മുടെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ആയിരുന്നിട്ട് അതിന്റെ ഒരു പരിപൂർണതയിലേക്ക് ഈ തീർത്ഥാടനം എത്തിയിരിക്കുകയാണോ? ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും എന്താണ്, എന്തൊക്കെയാണ് അർത്ഥം നൽകുന്നത്? എന്താ ഈ പെരുന്നാൾ എന്ന് പറയുന്നത്? എന്താ പെരുന്നാൾ എന്ന് പറയുന്നത്? നമ്മുടെ ആഘോഷങ്ങളും നമ്മുടെ ആഹ്ലാദങ്ങളും നമ്മുടെ സമൃദ്ധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ജീവിക്കുവാനുള്ളതല്ല പെരുന്നാൾ എന്ന് പറയുന്നത്. മറിച്ച് നമ്മുടെ എല്ലാം പ്രാർത്ഥനകളും നമ്മുടെ ആരാധനകളും നമ്മുടെ ഗീതങ്ങളും എല്ലാം സ്വർഗീയ സന്നദ്ധിയിലേക്ക് എത്തിച്ചേരുമ്പോൾ, ആ യേശു തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന സന്തോഷത്തിനും സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായി തീരുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന സമൃദ്ധിയാണ് പെരുന്നാൾ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വാത്സല്യമുള്ളവരെ. അതുകൊണ്ട് തന്നെയാണ് പിതാക്കന്മാർ പറയുന്നത്, പകലിനേക്കാൾ പ്രോജ്വലമായ ഒരു പെരുന്നാളാണ് ഉയർപ്പ് പെരുന്നാൾ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ജനിച്ചു മരിച്ച് മണ്ണിലടക്കപ്പെട്ടതായ ചരിത്ര പുരുഷന്റെ ചരിത്രം ഇന്ന് നാം വായിക്കുമ്പോൾ നമുക്കറിയാം. ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തെ വിശുദ്ധ ഏവെങ്കിലും ഭാഗങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ നമ്മളെ പോലെ തന്നെ ജനിച്ചു വളർന്നതായ ഒരു മനുഷ്യൻ, സാധാരണപ്പെട്ടതായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്റെ 33-ാമത്തെ വയസ്സ് വരെ രാജകീയ യോഗത്തിൽ ജീവിച്ചതായ മനുഷ്യൻ ഇന്ന് 33-ാമത്തെ വയസ്സായപ്പോൾ അതാ നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ഇന്ന് എനിക്കും നിനക്കും വേണ്ടി കാൽവരിയുടെ യാഗത്തിൽ മഹോന്നതങ്ങളിൽ ക്രൂശിന്റെ ആ നിഴലിൽ ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ക്രൂശിന്റെ ആ മാറിടത്തോട് ചേർന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ, ക്രൂശിന്റെ അറ്റം മുതൽ കീഴ്ഭാഗം വരെയും രക്തത്തുള്ളികൾ ഒഴുകി നിൽക്കുമ്പോൾ, അതാ ആ മലമുകളിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായ അന്ധകാരത്തിന്റെ മയം സംഭവിക്കുമ്പോൾ പോലും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു പകലിനേക്കാൾ പ്രോജ്വലമായി തീരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വാത്സല്യമുള്ളവരെ. അത്ര നിസ്സാരമായ കാര്യമല്ല. വെറും പ്രസംഗത്തിലൂടെ അസ്തമിക്കുന്നതോ പ്രസംഗത്തിലൂടെ തീർക്കാവുന്ന പറഞ്ഞു തീർക്കേണ്ടതായ ഒരു കാര്യമല്ല വാത്സല്യമുള്ളവരെ ഈ ഉയർപ്പ് പെരുന്നാൾ എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ ഞായറാഴ്ചകളിലെയും ആരാധനകൾ എടുത്തു നോക്കുമ്പോൾ, ഓരോ ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാനകൾ എടുത്തു നോക്കുമ്പോൾ, ഓരോ ഞായറാഴ്ചയും ഉയർപ്പ് പെരുന്നാൾ തന്നെയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഉയർപ്പുന്ന വാക്കിന്റെ അർത്ഥം കെംത എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് മുതൽ തുടർന്നുള്ളതായ ആഴ്ചകൾ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെല്ലാം കെംത ഞായറാഴ്ചയുടെ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ കെംത എന്ന വാക്കിനർത്ഥം ഉയർപ്പെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് മാത്രം ഒരുങ്ങി തീരുന്നതല്ല ഉയർപ്പ് പെരുന്നാൾ. ഇനി തുടർന്നുള്ളതായ ദിവസങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വാത്സല്യമുള്ളവരെ.
നാം ദേവാലയത്തിൽ പോകണം, നാം പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണം, നാം വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുവാൻ തയ്യാറാകണം. എന്നാൽ നമുക്കറിയാം, ഇന്ന് ഈ ഞായറാഴ്ച നമ്മളൊക്കെ ദേവാലയത്തിൽ പോകല്ലേ? നിങ്ങൾ ഓർത്തു നോക്കി, നമ്മളെല്ലാം ഇന്ന് ഉയർപ്പ് പെരുന്നാളിൽ ദേവാലയത്തിലേക്ക് പോകും. എന്തിനു വേണ്ടിയാ പോകുന്നേ? ഇന്ന് നമ്മുടെ കർത്താവായ യേശു തമ്പുരാന്റെ ഉയർപ്പ് പെരുന്നാളാണല്ലോ, അല്ലെ? ദേവാലയത്തിൽ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ, ആരവത്തിന്റെ അനുഭവമാണ്. നമുക്കറിയാം, ആരാധനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ദേവാലയത്തിൽ വയറ് നിറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടും, അല്ലേ? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് വീട്ടിലോട്ട് പോകാം. എന്നാൽ പിറ്റേ ഞായറാഴ്ച നിങ്ങൾ എടുത്തു നോക്കണം. അച്ഛൻ ഈ തിരുവചനാഗ്നി ഈ ഓൺലൈൻ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് അച്ഛൻ പറയുന്നൊരു കാര്യം, ഇത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യമാണ്. വരുന്ന ഞായറാഴ്ച നിങ്ങൾ എത്ര പേർ ദേവാലയത്തിൽ പോകുന്നുണ്ട്? നിങ്ങളിരിക്കുന്ന ഭവനങ്ങളിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ചോദിക്കാം, നിങ്ങളോട് തന്നെ ചോദിക്കാം, വരുന്ന ഞായറാഴ്ച എത്ര പേർ പോകുന്നുണ്ട്? തുടർന്നുള്ളതായ ഞായറാഴ്ചകളിൽ എത്ര പേർ ദേവാലയത്തിൽ പോകുന്നുണ്ട്? അച്ഛന്മാരായ ഞങ്ങൾ ചോദിക്കും, എന്താ നിങ്ങൾ ദേവാലയത്തിൽ വരാത്തെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, അച്ഛാ റെസ്റ്റ് അച്ഛാ. എന്നാ കഴിഞ്ഞ ഓശാന മുതൽ ഈസ്റ്റർ വരെയും ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി. ഒരാഴ്ച മുഴുവൻ ദേവാലയത്തിലായിരുന്നു. അതുകൊണ്ട് ഒരു മാസം ഇനി വിശ്രമത്തിനുള്ളതായ സമയമാണ് എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഓർമ്മപ്പെടുത്തിയത് മറ്റൊന്നുമല്ല കേട്ടോ. ഇതെനിക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു പുഞ്ചിരിയൊക്കെ തോന്നാറുണ്ടെങ്കിലും ഞാൻ ഓർമ്മപ്പെടുത്തിയത് മറ്റൊന്നുമല്ല. പ്രിയമുള്ളവരെ, ഇന്നല്ല ഉയർപ്പ് പെരുന്നാൾ. ഇനിയുള്ളതായ ദിവസങ്ങളിലെല്ലാം ഉയർപ്പ് പെരുന്നാളായിട്ട് നമുക്ക് കാണുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ദേവാലയത്തിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ആരാധനയെ സംബന്ധിക്കുവാനൊക്കെ മനസ്സ് കാണിക്കണം. നാം ദേവാലയത്തിൽ പോകണം. മറ്റെവിടെയും പോയില്ലെങ്കിലും ദൈവം വസിക്കുന്നതായ സ്ഥലം, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ആവശ്യങ്ങൾ, രോഗസൗഖ്യം, നമ്മുടെ എന്തും ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ നന്ദി പറയുവാനുള്ളതായ ഒരു സ്ഥലം എന്ന് പറയുന്നത് മറ്റെവിടെയുമല്ല, പുണ്യപ്പെട്ട പരിശുദ്ധമായ ദേവാലയമാണ്. ജീവിതത്തിൽ നൽകിയിരിക്കുന്നതായ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി പോകുന്നതായ സൗഭാഗ്യം, സമ്പൽ സമൃദ്ധി, ഇതിനൊക്കെ നന്ദി പറയുവാനുള്ളതായ സ്ഥലം എന്ന് പറയുന്നത് മറ്റെവിടെയുമല്ല, ഈ പരിശുദ്ധ ദേവാലയം പുണ്യപ്പെട്ട ദേവാലയമാണെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ദേവാലയത്തിൽ രാവിലെ 7 മണി മുതൽ ഓരോ ദേവാലയങ്ങളിൽ മണിനാദം മുഴങ്ങും, അല്ലേ? ദേവാലയത്തിൽ മുഴങ്ങുന്ന മണിനാദങ്ങൾ, അവിടെ പാടുന്നതായ ഹാലേലൂയകള്, അവിടെ കേൾക്കുന്നതായ സ്തുതിവചനങ്ങള്, അവിടെ കേൾക്കുന്നതായ സ്തുതിപ്പുകള്, പ്രപഞ്ചം മുഴുവൻ ഇന്ന് ആഘോഷിക്കുമ്പോൾ, പ്രപഞ്ചം മുഴുവൻ ഇന്ന് സ്തുതിവാക്കുകൾ, സ്തുതിവചനങ്ങൾ കൊണ്ട് നിറയുമ്പോൾ, വാത്സല്യമുള്ളവരെ, നമ്മുടെ ഉയർപ്പ് പെരുന്നാൾ ഇന്ന് പൂർണ്ണതയിലായിട്ടുണ്ടോ? വാത്സല്യമുള്ളവരെ, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയും സമയം കഴിഞ്ഞിട്ടില്ല. ഈ ഉയർപ്പ് പെരുന്നാൾ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. ഒന്നാമത്തെ പാഠമെന്ന് പറയുന്നത്, മനുഷ്യജീവിതം മരണത്തിലൂടെ അവസാനിക്കുന്നത് ഒന്നല്ല. മനുഷ്യജീവിതം, ഈ ഉയർപ്പ് പെരുന്നാൾ നമ്മോട് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, മനുഷ്യജീവിതം മരണത്തിലൂടെ അവസാനിക്കുന്നതൊന്നല്ല. ജീവിതം മരണത്തിനപ്പുറമായിട്ട് നിത്യതയിലേക്ക് തുറക്കുന്ന ഒരു കവാടമാണെന്നും ശ്രേഷ്ഠമായ സന്ദേശമാണ് ഉയർപ്പ് പെരുന്നാൾ നമുക്ക് നൽകുന്നതെന്നും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാം, ഉയർപ്പിന്റെ സന്ദേശം ജീവന്റെ സന്ദേശമാകുന്നു. ഉയർപ്പ് പെരുന്നാളിന്റെ സന്ദേശം എന്ന് പറയുന്നത് ജീവന്റെ സന്ദേശമാകുന്നു. പ്രകാരം വചനം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും മരിക്കുകയില്ല. എത്രയോ മനോഹരമായ ഒരു വചനമാണ്, എത്രയോ ഹൃദയസ്പർശിയായ ഒരു വചനമാണ് നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ നമ്മോട് പറഞ്ഞു തരുന്നത്. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവികമായ ചൈതന്യം, മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ ദൈവികമായ ഓജസ്, മനുഷ്യന് നഷ്ടപ്പെട്ടു പോയതായ ദൈവികമായ സ്രോതസ്, ഇവയെല്ലാം ലഭിച്ച ഒരു ഓർമ്മയാണ് ഉയർപ്പ് പെരുന്നാളെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ന് എന്നെയും നിന്നെയും സംബന്ധിച്ചിടത്തോളം ജനനം മുതൽ നടന്നു നീങ്ങുന്നതായ മരണത്തിലേക്കുള്ളതായ ഓരോ ദിവസങ്ങൾ, ഓരോ മണിക്കൂറുകൾ, ഓരോ മിനിറ്റുകൾ, ഓരോ സെക്കൻഡുകൾ, ഓരോ നാഴികയും വിനാഴികയും എടുത്തു നോക്കുമ്പോൾ, വാത്സല്യമുള്ളവരെ, മരണത്തിന് മുമ്പിൽ മറഞ്ഞു കിടക്കുന്നതായ, നമ്മുടെ ജീവിതത്തിൽ വരുന്നു പോകുന്നതായ ചില തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും എല്ലാം ദൈവത്തിന്റെ സന്നദ്ധിയിലേക്ക് ഏറ്റുപറയുവാൻ കാണിക്കുന്നതായ ആ ഒരു നിമിഷം, ഒരു സെക്കൻഡ്, അതാണ് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. വാത്സല്യമുള്ളവരെ, ഇന്ന് മരുന്നുകൊണ്ടും മന്ത്രം കൊണ്ടും ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട്, സാമ്പത്തിക മേഖലകൾ കൊണ്ട് ഇന്ന് ജീവിതത്തെ ദൃഢപ്പെടുത്തുമ്പോൾ, ജീവിതത്തെ പൂർണ്ണമായി ചേർത്ത് നിർത്തുമ്പോൾ,
നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതായ, മാറ്റപ്പെട്ടു പോകുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ജീവിതത്തിലെ സന്തോഷവും സമാധാനവും പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ഗീതങ്ങളിലൂടെ നമുക്ക് ലഭിച്ചതായ ആരാധന സൗന്ദര്യത്തെ ഇന്ന് പലപ്പോഴും നഷ്ടപ്പെടുത്തി കളയുന്നതായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. ഇന്ന് പലപ്പോഴും പല ദൈവങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുന്നവരാണ്. ഇന്ന് പലപ്പോഴും പല ദൈവത്തിന്റെ സന്നദ്ധയിൽ, പല ദൈവങ്ങളുടെ മുമ്പിൽ, ആൾ ദൈവങ്ങളായിക്കൊള്ളട്ടെ, മറ്റേത് ദൈവങ്ങളായിക്കോട്ടെ, എല്ലാവരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തുന്നതായ സാഹചര്യമാണ് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഈ സന്ദേശം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന മറ്റൊന്നുമല്ല. മരണമുള്ള മനുഷ്യന് മരണമല്ല, ജീവനാണ് ദൈവം ആഗ്രഹിക്കും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഒരു നാൾ മരിക്കും, അതിന് യാതൊരു സംശയം വേണ്ട. അവന്റെ പേര് ജനന സർട്ടിഫിക്കറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒരു നാളിൽ നമ്മുടെ എല്ലാം പേരുകൾ മരണ സർട്ടിഫിക്കറ്റിലും എഴുതേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ കാലഘട്ടം, പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 70 80 മാത്രം. അത് പണ്ട് കാലത്ത് പാട്ടുകാരൻ എഴുതിയിട്ടുള്ളൂ. ഇപ്പോഴത്തെ പാട്ടുകാരൻ അങ്ങനെ എഴുതാറില്ല. കാരണം എന്താ? ഇന്ന് ജനിച്ചാൽ നാളെ ജീവിച്ചിരിക്കുമോ നമുക്ക് ആർക്കും വിശ്വസിക്കാനോ പറയുവാനോ സാധിക്കുകയില്ല. വാത്സല്യമുള്ളവരെ, ആ ഭാഗത്തിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഉയർപ്പ് പെരുന്നാളിന്റെ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ, ഈ ലോകമാകുന്ന ഈ ഭൂഗോളത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുവാൻ, പ്രോജ്വലമാകുന്ന പ്രകാശമായി, വെളിച്ചമായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഓരോ ഉയർപ്പ് പെരുന്നാളും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് അത് തന്നെയാണ് പ്രിയമുള്ളവരെ. ഉയർപ്പ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ മറ്റൊരു തലത്തിൽ അതിൻ്റെ അർത്ഥതലങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം. ഉലകം മുഴുവനും ഉത്സാഹത്തോടുകൂടി കൊണ്ടാടുന്ന അനുഗ്രഹീതമായ ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ മരണത്തെ ജയിച്ചതായ മശിഹ ഉയർത്തെഴുന്നേറ്റുവന്ന മഹാസന്തോഷത്തിന്റെ വാർത്തയാണല്ലോ ഈ പെരുന്നാളിന്റെ അടിസ്ഥാനം. എന്നാൽ ആ മശിഹ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. മൂന്നാമതായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആശ്വാസത്തിന്റെ അരുളപ്പാടായ ക്രിസ്തു. പ്രിയമുള്ളവരെ, ഈ ഉയർപ്പ് പെരുന്നാൾ ദിവസം നമ്മോട് നൽകുന്നതായ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ആശ്വാസത്തിന്റെ അരുളപ്പാടെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രകാരം പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. ഇതാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്, അല്ലേ? ഈ ഉയർപ്പ് പെരുന്നാൾ ദിവസം ഈ വിശുദ്ധ ഏവെങ്കിലും ഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നുണ്ട്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. എത്രയോ ശ്രേഷ്ഠമായ വാക്ക്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും അപ്രകാരം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്ക് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളാരും ഭീതിയോടുകൂടി ജീവിക്കേണ്ട, നിങ്ങളാരും സങ്കടപ്പെടേണ്ട, നിങ്ങളാരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സമാധാനം നൽകുമെന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിലെ ഭീകരമായ ചിത്രം മനസ്സിൽ ഒന്ന് അലയടിക്കുമ്പോൾ, ദുഃഖവെള്ളിയാഴ്ച ദിവസം നടമാടിയതായ സംഭവവികാസങ്ങൾ മനസ്സിന്റെ അകത്തട്ടിലേക്ക് അലയടിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഓശാന പെരുന്നാൾ ദിവസം എല്ലാവരും യേശു തമ്പുരാന്റെ മുമ്പിൽ കടന്നു ചെന്ന കുരുത്തോലകളാൽ, ദിക്കിലാകർഷങ്ങളാൽ നിന്നുകൊണ്ട് അവന് ഹാലലുയകളും സ്തുതികളും പാടിയതായ മനുഷ്യൻ, എന്നാൽ ചുരുങ്ങിയതായ 3 ദിവസം കഴിഞ്ഞ് ദുഃഖവെള്ളിയാഴ്ച ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അവന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക എന്ന് ആരവം വിട്ട് പറഞ്ഞതായ ജനസമൂഹത്തെയാണ് ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങളും കണ്ടറിയുന്നത്. എന്നാൽ അപ്രകാരം നമ്മുടെ ജീവിതത്തിലുമായിട്ടില്ല. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ജീവിതം കൊണ്ട്, മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട്, ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ ഒരിക്കലെങ്കിലും യേശുവിനെ കുറ്റപ്പെടുത്തിയതായ ദിവസങ്ങളില്ലേ? എന്നാൽ അവൻ ചെയ്തത് എന്താണെന്ന് അറിയാമോ? ഉയർപ്പ് പെരുന്നാളിൽ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, എത്രയോ ശ്രേഷ്ഠമായ ഒരു വചനമാണ്. നിരാശയിൽ നിന്ന് കരകയറിയതായ ഒരു ശിഷ്യൻ, അല്ലെങ്കിൽ ആ വലിയ ജനസമൂഹത്തെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഹൃദയത്തിലോട് ചേർത്ത് വെച്ചുകൊണ്ട്, തന്റെ ശിഷ്യന്മാരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി, തന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അവന് വിട്ട് മാറിപ്പോയപ്പോൾ പോലും പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ അവരെല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ വേദഭാഗത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കലങ്ങി മറിഞ്ഞ് കണ്ണുമായി ചെന്ന് മഗ്ദല മറിയം കബറിങ്കിൽ എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ശുഭ്രവസ്ത്രധാരികളായ മനുഷ്യൻ ഇപ്രകാരം കാണുന്നുണ്ട്, എന്റെ കർത്താവിനെ അവർ എവിടെ വെച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്,
ക്രൂശിൽ തറയ്ക്കപ്പെട്ടതായ യേശു തമ്പുരാനെയാണോ നിങ്ങൾ അന്വേഷിക്കുന്നത്? എനിക്കറിയാം, അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, ഇന്ന് പലപ്പോഴും കല്ലറയിലേക്ക് കടന്നുപോയതായ മഗ്ദലന മറിയത്തെ പോലെയാണോ നമ്മൾ ദൈവാലയത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശു തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധമായ ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവനെ ഒന്ന് മനസ്സിലാക്കുവാൻ, അവനെ ഒന്ന് ചിന്തിക്കുവാൻ, അവനെ ഒന്ന് ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഒരിക്കലൊരു പുസ്തകം വായിച്ചപ്പോൾ അവിടെ എന്നെ ഒത്തിരിയേറെ ചിന്തിപ്പിച്ചതായ ഒരു സംഭവം ഞാനിങ്ങനെ ഓർത്തുപോവുകയാണ്. അമേരിക്കയിലെ നീഗ്രോകളുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച് വെടിയേറ്റ് മരിച്ചതായ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നതായ ഒരു മനുഷ്യൻ. ഒരുപക്ഷെ ആ മനുഷ്യനെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നതായ മനുഷ്യനെ പറ്റി കേൾക്കാത്തതായ ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിൽ ഉണ്ടാകുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അങ്ങനെ നീഗ്രോകളുടെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചു, അവർക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് അവരോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചതായ മനുഷ്യൻ ഒരിക്കൽ വെടിയേറ്റ് മരണപ്പെട്ടു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മൃതശരീരം വഹിച്ചുകൊണ്ട് വിലാപയാത്രയെ ശവമഞ്ചിൽ കടന്നു വരികയാണ്. ഒരുപാട് ആളുകൾ കടന്നു വന്ന് അവനെ നോക്കി കരയുവാനായിട്ട് തുടങ്ങി. അവനെ വഹിച്ചു കൊണ്ടുവന്നതായ ആ ശവമഞ്ചത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശവമഞ്ചത്തിലേക്ക് ഒന്ന് ഉറ്റുനോക്കുവാൻ പോലും സാധിക്കാതെ ഭാരപ്പെട്ടുകൊണ്ട് മാറി നിന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അനേകം ആളുകളെ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, തൻ്റെ ഉള്ളം കയ്യിൽ തൻ്റെ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ മാറിടത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ദൂരെ മാറി നിന്നുകൊണ്ട് നടന്നു പോകുന്ന എബ്രഹാം ലിങ്കന്റെ ശവമഞ്ചത്തിൽ നോക്കിക്കൊണ്ട് ഈ അമ്മ തൻ്റെ കുഞ്ഞിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ്: മോനെ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ, മോനെ നീ അങ്ങോട്ടൊന്ന് നോക്ക്, അതാരെയാണ് കൊണ്ടുവരുന്നത് നിനക്കറിയാമോ? ആ ശവമഞ്ചത്തിന്റെ മുകളിൽ ആരാണ് കിടന്നുറങ്ങുന്നത് നിനക്കറിയാമോ? മറ്റാരുമല്ല, ഇന്ന് നീയും ഞാൻ ഇവിടെ നിൽക്കുവാൻ വേണ്ടി, ആ സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി കഷ്ടപ്പെട്ടതായ ഒരു വ്യക്തിയാണ്, ആ വ്യക്തിയുടെ മൃതശരീരമാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, അതിനുശേഷം ആ സ്ത്രീ പറഞ്ഞതായ വാക്ക് ഇങ്ങനെയായിരുന്നു: മോനെ, നിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിക്കൊണ്ട് ജീവിച്ച് മരിച്ചതായ ഒരു മനുഷ്യനാണ്, നിനക്ക് വേണ്ടിയാണ് ഈ കിടക്കുന്ന മനുഷ്യൻ മരണപ്പെട്ടു പോയത്. ഇന്ന് നിനക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഈ ശവമഞ്ചത്തിൽ ഇന്ന് യാത്ര ചെയ്തു വരുന്നത്. അതുകൊണ്ട് നിന്റെ ജീവിതം ഈ മനുഷ്യനെ പോലെ ആക്കി വെക്കുവാൻ സാധിക്കണം. എത്രയോ മനോഹരമായ ഒരു കാര്യമാണ്, എത്രയോ സങ്കടങ്ങൾ നൽകുന്നതായ ഒരു സന്ദർഭമാണ്. ആ കുഞ്ഞു മകൻ കണ്ണുനീരോടുകൂടി ആ ശവമഞ്ചത്തിലെ മനുഷ്യനെ നോക്കിക്കൊണ്ട് വിലപിച്ചുകൊണ്ട് നിൽക്കുന്നതായ രംഗമാണ് ആ എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. ഇന്ന് ഞാനും നീയും ഈ ഭൂമിയിൽ, ഈ പരിശുദ്ധമായ ആലയത്തിൽ കുടുംബത്തിൽ നിന്ന് സന്തോഷത്തോടും സമാധാനത്തോടും ആനന്ദത്തോടും കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ, ചേർന്നിരിക്കുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം നീ മനസ്സിലാക്കണം: നിന്റെ ജീവിതത്തിൽ നിനക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. നീ നേടിയതായ ഭവനങ്ങളായിക്കൊള്ളട്ടെ, നീ നേടിയതായ ജോലി മേഖലകളായിക്കൊള്ളട്ടെ, നീ നേടിയതായ പണസമ്പാദ്യമായിക്കൊള്ളട്ടെ, നീ നേടിയതായ ബന്ധങ്ങളായിക്കൊള്ളട്ടെ, നീ നേടിയതായ കഴിവുകളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഇതൊക്കെ നിനക്ക് തന്നതായ ഒരു മനുഷ്യൻ, ഈ സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തിലേക്ക് നൽകിയതായ ഒരു ക്രിസ്തു, ആ ക്രിസ്തു യേശുവിന്റെ ഉയർപ്പ് പെരുന്നാളാണ് ഈ ദിവസം. അവൻ നമുക്ക് വേണ്ടി ഭാരമേറ്റു, അവൻ നമുക്ക് വേണ്ടി സങ്കടങ്ങൾ പേറി, അവൻ നമുക്ക് വേണ്ടി അവൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു. കഴിഞ്ഞ 50 ദിനരാത്രങ്ങൾ നോമ്പും ഉപവാസവും എല്ലാം പിതാക്കന്മാർ നമുക്കായിട്ട് നൽകിയപ്പോൾ പോലും ഒരു നിമിഷം പോലും നോമ്പ് നോക്കുവാനോ, ഒരു നിമിഷം പോലും പ്രാർത്ഥിക്കുവാനോ സമയം കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. സാരമില്ല മക്കളെ, നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു തന്നെ പറയുന്നുണ്ട്: നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് സമാധാനത്തെ ആശംസിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുകയാണ്. അതുകൊണ്ട് നിന്റെ ജീവിതം പൂർണ്ണമായും ദൈവത്തിലേക്ക് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഉയർപ്പ് പെരുന്നാളിൻ്റെ ഈ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അച്ഛൻ്റെ വായിൽ നിന്ന് വന്നതായ വചന സന്ദേശം, അതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിലൂടെ നിങ്ങൾ യാത്ര ചെയ്തു പോകുമ്പോൾ സങ്കടത്തിൻ്റെതായ, വേദനയുടേതായ, ദുഃഖത്തിൻ്റെതായ അനുഭവം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതായ വാക്കുകളിൽ ഏതെങ്കിലും അർത്ഥതലങ്ങളിൽ നിങ്ങൾക്ക് ഭാരമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇത് ഭാരപ്പെടുത്തുവാനോ സങ്കടപ്പെടുത്തുവാനോ ഒന്നുമല്ല പറഞ്ഞത്. നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുക. നമ്മുടെ ആഘോഷങ്ങൾ, ഉയർപ്പ് പെരുന്നാൾ ആഘോഷങ്ങൾ വെറും ഒരു ആഘോഷങ്ങളാക്കി തീർത്ത് ദൈവാലയത്തിൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വന്നുകൊണ്ട്,
അല്ലെങ്കിൽ നല്ലൊരു മാന്യനായി മാന്യത ചമഞ്ഞുകൊണ്ട് ദേവാലയത്തിൽ വന്നുകൊണ്ട് വലിയ ആളായതുകൊണ്ടൊന്നും കാര്യമില്ല മക്കളെ. നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ ഉയർത്തെഴുന്നേൽക്കണം? എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനുഷ്യ ശരീരത്തിൽ, എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിലായിരിക്കണം എൻ്റെ ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കേണ്ടത്. എല്ലാവർക്കും ഉയർപ്പ് പെരുന്നാളിൻ്റെതായ എല്ലാവിധമായ ആശംസകൾ നേരുന്നു. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സമ്പൽസമൃദ്ധിയും ലഭിക്കുക. ഈ സന്തോഷത്തിൻ്റെ ദിനങ്ങളിൽ ആ ദൈവത്തോട് നന്ദിയുള്ള മക്കളായി ജീവിക്കുവാൻ സാധിക്കും. സന്തോഷത്തിൻ്റെ തലങ്ങളെ ദൈവത്തിന് വികസനത്തിൽ ചേർത്ത് നമ്മളായിരിക്കുന്നതായ ഭവനങ്ങളിൽ, നമ്മളായിരിക്കുന്നതായ ഏത് സ്ഥലങ്ങളിലായിക്കോട്ടെ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പെരുന്നാളിലേക്ക് ചേർന്ന് എൻ്റെ ദൈവമേ, കഴിഞ്ഞ 9 ദിനരാത്രങ്ങൾ എൻ്റെ ജീവിതത്തിലെ തെറ്റുകളും കുറ്റങ്ങളും ഭാരങ്ങളും ഭാവങ്ങളും തിരിച്ചറിയുവാനായിട്ട് പലപ്പോഴും സമയങ്ങളിൽ സാധിച്ചു. എന്നാൽ ഈ പെരുന്നാൾ ദിവസം സമാധാനം ആശംസിച്ചതായ യേശു തമ്പുരാന്റെ മുഖത്തെ ആ സന്തോഷവും സമാധാനവും ഞങ്ങൾ കാണുന്നു. ഇന്ന് ഈ ദിവസം മുതൽ തുടർന്നുള്ളതായ ദിവസങ്ങളിൽ ആ സന്തോഷവും സമാധാനം നശിച്ചു പോകാതെ, വ്യക്തമാകാതെ, ഉജ്ജ്വലമായ പ്രകാശമായി ജീവിക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. കുടുംബങ്ങളെ സമർപ്പിച്ചു, ദാനമായി നൽകിയ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു. ദൈവമേ, ഞങ്ങൾക്ക് കഴിവിനപ്പുറമായിട്ട് നൽകിയ സൗഭാഗ്യങ്ങൾക്ക് നന്ദി നൽകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ആഗ്രഹിച്ചതിന് അപ്പുറമായിട്ടുള്ള സൗഭാഗ്യം, സന്തോഷവും ഞങ്ങൾ കർത്താവേ ഞങ്ങളുടെ കൂടെയിരിക്കുന്ന ഉയർപ്പെരുന്നാൾ ദിവസം കർത്താവേ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ഓരോ കുടുംബത്തെയും ഓരോ കുഞ്ഞുങ്ങളെയും ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ആ ഉയർന്നു പെരുന്നാൾ ദിവസം കടന്നു വരും. കർത്താവേ, നീ ഞങ്ങളുടെ മനസ്സിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ ചേർന്നിരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ മനസ്സും ഹൃദയവും എല്ലാം വിശുദ്ധീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കർത്താവ്, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളെ സഹായിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ